വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം. ദാവീദ് കെയിലായിൽ. ദാവീദിനെ അവർ ഇപ്രകാരം അറിയിച്ചു: ഇതാ, ഫിലിസ്തീയക്കാർ കെയിലായിൽ യുദ്ധം ചെയ്യുന്നു, മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുകയുമാണ്. അതിനാൽ ദാവീദ് കർത്താവിനോട് ഇപ്രകാരം ആരാഞ്ഞു: ഞാൻ പോയി ആ ഫിലിസ്തീയക്കാരെ ആക്രമിക്കട്ടെയോ? കർത്താവ് ദാവീദിനോട് പറഞ്ഞു: പോയി ഫിലിസ്തീയക്കാരെ ആക്രമിച്ച് കെയിലായെ രക്ഷിക്കുക. ദാവീദിന്റെ ആളുകൾ അവനോട് ചോദിച്ചു: ഇതാ, നമ്മൾ ഇവിടെ യൂദയായിൽ ഭയന്നിരിക്കുകയാണ്. പിന്നെങ്ങനെ ഫിലിസ്തീയ പടയണികൾക്കു നേരെ കെയിലായിലേക്ക് പോകും? ദാവീദ് കർത്താവിനോട് തുടർച്ചയായി ആരാഞ്ഞു. കർത്താവ് അവനോട് മറുപടിയായി പറഞ്ഞു: എഴുന്നേറ്റ് കെയിലായിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്തെന്നാൽ ഫിലിസ്തീയക്കാരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ദാവീദും അവന്റെ ആളുകളും കെയിലായിലേക്ക് പോയി ഫിലിസ്തീയക്കാർക്കെതിരെ യുദ്ധം ചെയ്തു. അവൻ അവരുടെ കന്നുകാലികളെ തെളിച്ചുകൊണ്ടു പോവുകയും അവരുടെ മേൽ വലിയ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദാവീദ് കെയില നിവാസികളെ രക്ഷിച്ചു. അഹിമെലേക്കിന്റെ മകൻ അബിയാദർ പലായനം ചെയ്തപ്പോൾ കെയിലായിൽ ദാവീദിന്റെ അടുക്കലേക്ക് കയ്യിൽ ഒരു എഫോദുമായാണ് ചെന്നത്. ദാവീദ് കെയിലായിലേക്ക് വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. സാവൂൾ പറഞ്ഞു: ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഇരട്ടവാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു. ദാവീദിന് നേർക്കും അവന്റെ ആളുകളുടെ നേർക്കും ഉപരോധം ഏർപ്പെടുത്താനായി കെയിലായിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ജനത്തെ മുഴുവനും സാവൂൾ യുദ്ധത്തിനായി വിളിച്ചുകൂട്ടി. സാവൂൾ തനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നെന്ന് മനസ്സിലാക്കി ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു: എഫോദ് കൊണ്ടുവരിക. അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, എന്നെ പ്രതി പട്ടണം നശിപ്പിക്കുന്നതിന് കെയിലായിലേക്ക് വരാൻ സാവൂൾ പരിശ്രമിക്കുന്നതായി അങ്ങയുടെ ദാസൻ വ്യക്തമായും കേൾക്കുന്നു. കെയില പ്രഭുക്കന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇറങ്ങി വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോട് വ്യക്തമാക്കണമേ, അവൻ ഇറങ്ങി വരും എന്ന് കർത്താവ് പറഞ്ഞു. ദാവീദ് ചോദിച്ചു: കെയില പ്രഭുക്കന്മാർ എന്നെയും എന്റെ ആൾക്കാരെയും സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് പറഞ്ഞു: അവർ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ദാവീദും അവന്റെ ആൾക്കാരായ 600ഓളം പേരും എഴുന്നേറ്റ് കെയിലായിൽ നിന്നു പുറത്തു കടന്ന് അലഞ്ഞു തിരിയാവുന്ന ഇടങ്ങളിലെല്ലാം ചുറ്റി നടന്നു. ദാവീദ് കെയിലായിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് സാവൂളിന് അറിവ് കിട്ടിയപ്പോൾ അവൻ പുറപ്പെടുന്നത് വേണ്ടെന്ന് വെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ പാർത്തു. സിഫ് മരുഭൂമിയിലെ മലയിൽ അവൻ താമസിച്ചു. സാവൂൾ ദിനം തോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടിയാണ് സാവൂൾ പുറപ്പെട്ടിരിക്കുന്നതെന്ന് ദാവീദ് കണ്ടു. ദാവീദ് സിഫ് മരുഭൂമിയിലെ കുറ്റിക്കാട്ടിലായിരുന്നു. സാവൂളിന്റെ മകൻ ജോനാഥൻ എഴുന്നേറ്റ് കുറ്റിക്കാട്ടിലേക്ക് ദാവീദിന്റെ പക്കൽ ചെന്ന് ദൈവത്താൽ അവന്റെ കരം ശക്തിപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, നിശ്ചയമായും എന്റെ പിതാവായ സാവൂളിന്റെ കരം നിന്നെ കണ്ടെത്തുകയില്ല. നീ ഇസ്രായേലിനുമേൽ രാജാവാകും, ഞാനോ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് അങ്ങനെയാണെന്ന് എന്റെ പിതാവായ സാവൂളിനും അറിയാം. അവർ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ദാവീദ് കുറ്റിക്കാട്ടിൽ താമസിച്ചു. ജോനാഥൻ തന്റെ വീട്ടിലേക്ക് യാത്രയായി. സിഫുകാർ ഗിബയായിലേക്ക് സാവൂളിന്റെ പക്കലേക്ക് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കയറി ചെന്നു: ഞങ്ങൾക്കൊപ്പം തരിശുഭൂമിക്ക് തെക്ക് ഹക്കീല കുന്നിൽ കുറ്റിക്കാട്ടിലെ ദുർഗങ്ങളിൽ ദാവീദല്ലേ ഒളിച്ചിരിക്കുന്നത്. ആകയാൽ രാജാവേ,
ഇറങ്ങി വരാനുള്ള നിന്റെ ആത്മാഭിലാഷമെല്ലാം പോലെ ഇറങ്ങി വരിക. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞങ്ങളുടെ കടമയാണ്. സാവൂൾ പറഞ്ഞു, കർത്താവിന് നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾക്ക് എൻ്റെ മേൽ അനുഭാവമുണ്ടായല്ലോ. നിങ്ങൾ പോയി അത് ഒന്നുകൂടി ഉറപ്പാക്കിയാലും. അവന്റെ വിഹാരസ്ഥലം ഏതെന്നും അവിടെ ആരെല്ലാം അവനെ കാണുന്നുണ്ടെന്നും മനസ്സിലാക്കി പരിശോധിക്കുവിൻ. അവൻ വല്ലാതെ തന്ത്രം പയറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ആകയാൽ അവൻ ഒളിസ്ഥലമാക്കാവുന്ന എല്ലാ സങ്കേതങ്ങളെയും പറ്റി പരിശോധിച്ചു മനസ്സിലാക്കി എൻ്റെ പക്കൽ തീർച്ചയോടെ തിരികെ എത്തുവിൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ യാത്ര തിരിക്കാം. അവൻ ഭൂമിയിലുണ്ടെങ്കിൽ യൂദായുടെ ആയിരങ്ങൾക്കിടയിൽ അവനെ ഞാൻ തേടിപ്പിടിച്ചിരിക്കും. അവൻ എഴുന്നേറ്റ് സാവൂളിനു മുമ്പേ സിഫിലേക്ക് യാത്രയായി. ദാവീദും അവന്റെ ആളുകളും തരിശു ഭൂമിക്കു തെക്ക് അറാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു. സാവൂളും അവന്റെ ആളുകളും അവനെ അന്വേഷിച്ചു പോയി. ദാവീദിന് അതേക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അവൻ സെല ഇറങ്ങി മാവോൻ മരുഭൂമിയിൽ വസിച്ചു. ഇത് കേട്ട് സാവൂൾ മാവോൻ മരുഭൂമിയിലേക്ക് ദാവീദിനെ പിന്തുടർന്നു. മലയുടെ ഇപ്പുറത്തെ വശത്തുകൂടെ സാവൂൾ നടന്നു. ദാവീദും അവന്റെ ആളുകളും മലയുടെ അപ്പുറത്തെ വശത്തുകൂടെയും. സാവൂളിന്റെ മുമ്പിൽ നിന്ന് ഓടിമാറാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു. ദാവീദിനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ അവരുടെ നേർക്ക് സാവൂളും അവന്റെ ആളുകളും വളഞ്ഞെത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ധൃതിയിൽ യാത്രയാകൂ, എന്തെന്നാൽ ഫിലിസ്തീയക്കാർ നാടിനു മീതെ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂതൻ സാവൂളിന്റെ പക്കലെത്തി. അപ്പോൾ ദാവീദിനെ പിന്തുടരുന്നത് മതിയാക്കി സാവൂൾ ഫിലിസ്തീയക്കാരെ നേരിടാൻ യാത്രയായി. അതുകൊണ്ടാണ് ആ സ്ഥലത്തെ സെല ഹമത് ലെഗോത്ത് എന്ന് അവർ വിളിക്കുന്നത്. സാമുവേലിന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം. ദാവീദ് അവിടെ നിന്നു കയറി എൻഗേദിയിലെ ദുർഗങ്ങളിൽ പാർത്തു. സാവൂൾ ഫിലിസ്തീയക്കാരുടെ പിന്നാലെ നിന്ന് തിരിഞ്ഞപ്പോൾ ഇതാ ദാവീദ് എൻഗേദി മരുഭൂമിയിലുണ്ട് എന്ന് അവന് വാർത്ത കിട്ടി. ഉടനെ സാവൂൾ ഇസ്രായേൽ മുഴുവനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും അന്വേഷിക്കാൻ കാട്ടാടിൻ പാറകളുടെ മുമ്പിലേക്ക് യാത്ര തിരിച്ചു. അവൻ വഴിയരികിലുള്ള ആട്ടിൻ തൊഴുത്തുകളിൽ എത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. സാവൂൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അതിലേക്ക് പ്രവേശിച്ചു. ആ ഗുഹയുടെ ഉള്ളറകളിൽ ദാവീദും അവന്റെ ആളുകളും വസിക്കുന്നുണ്ടായിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട് പറഞ്ഞു, കർത്താവ് നിന്നോട്, ഇതാ ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായത് നിനക്ക് അവനോട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാ. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ നിലയങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്ത്. അത് കഴിഞ്ഞപ്പോൾ സാവൂളിന്റെ വസ്ത്രാഞ്ചലം മുറിച്ചതിനെ പ്രതി ദാവീദിന്റെ മനസ്സ് അവനെ പഴിച്ചു. അവൻ തന്റെ ആളുകളോട് പറഞ്ഞു, കർത്താവിന്റെ അഭിഷിക്തനായ യജമാനെതിരെ കൈ ഉയർത്തി അദ്ദേഹത്തോട് ഇക്കാര്യം ചെയ്യുന്നതിന് കർത്താവ് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. അദ്ദേഹം കർത്താവിന്റെ അഭിഷിക്തനാണല്ലോ. അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് ദാവീദ് തന്റെ ആളുകളെ ശാസിച്ചു. സാവൂളിനു നേരെ ഉയരാൻ അവൻ അവരെ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വഴിയെ നടന്നു. അതിനെ തുടർന്ന് ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ പിന്നാലെ, എന്റെ യജമാനായ രാജാവെ ഇന്നു വിളിച്ചുകൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. സാവൂൾ തന്റെ പിമ്പിലേക്ക് നോക്കിയപ്പോൾ ദാവീദ് നിലത്തേക്ക് മുഖം കുനിച്ച് അവനെ വണങ്ങി. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, ഇതാ ദാവീദ് നിന്റെ നാശം അന്വേഷിക്കുന്നു എന്നു പറയുന്ന മനുഷ്യന്റെ വാക്കുകൾ നീ കേൾക്കുന്നതെന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ഇതാ ഈ ദിവസം നിന്റെ കണ്ണുകൾ തന്നെ കണ്ടുവല്ലോ. നിന്നെ കൊല്ലുന്നത് വഴി ഞാൻ എന്നോട് ദാക്ഷിണ്യം കാണിക്കണമെന്ന് ഒരാൾ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ യജമാനെതിരെ ഞാൻ എന്റെ കൈ നീട്ടുകയില്ല, എന്തെന്നാൽ അദ്ദേഹം കർത്താവിന്റെ അഭിഷിക്തനാണ് എന്നാണ്. എന്റെ പിതാവെ, നോക്കൂ, എന്റെ കയ്യിലുള്ള നിന്റെ നിലയങ്കിയുടെ അറ്റം കൂടി കാണൂ. നിന്റെ നിലയങ്കിയുടെ അറ്റം ഞാൻ മുറിച്ചപ്പോൾ നിന്നെ ഞാൻ കൊന്നില്ലല്ലോ.
അങ്ങനെ എൻ്റെ കയ്യിൽ തിന്മയോ അതിക്രമമോ ഇല്ലെന്ന് നീ കണ്ടുബോധ്യപ്പെട്ടാലും, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും എൻ്റെ ജീവൻ എടുക്കാനായി നീ പതിയിരിക്കുന്നു. എനിക്കും നിനക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി നിന്നോട് പകരം ചോദിക്കട്ടെ. എൻ്റെ കരം നിനക്കെതിരായിരിക്കുകയില്ല. പൂർവികരുടെ പഴമൊഴി പറയുന്നത് പോലെ ദുഷ്ടരിൽ നിന്നേ ദുഷ്ടത പുറപ്പെടൂ. എന്നാൽ എൻ്റെ കൈ നിനക്കെതിരായിരിക്കുകയില്ല. ആർക്കു പിമ്പെയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആർക്കു പിമ്പെയാണ് നീ ഓടുന്നത്? ചത്ത പട്ടിക്കു പിമ്പെ, ഒരു ചെള്ളിനു പിമ്പെ. കർത്താവ് വിധിയാളനായിരിക്കട്ടെ. എനിക്കും നിനക്കുമിടയിൽ അവിടുന്ന് ന്യായം വിധിക്കട്ടെ. അവിടുന്ന് പരിശോധിച്ച് എൻ്റെ വാദം പരിഗണിച്ച് നിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കട്ടെ. ദാവീദ് സാവൂളിനോട് ഈ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സാവൂൾ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചു. സാവൂൾ സ്വരമുയർത്തി കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. എന്തെന്നാൽ ഞാൻ നിന്നോട് തിന്മ ചെയ്തപ്പോൾ നീ എനിക്ക് നന്മയാണ് പകരം ചെയ്തത്. നീ എന്നോട് ചെയ്ത നന്മ, അതായത് നിന്റെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതിരുന്നത്, ഇന്ന് നീ വിശദീകരിച്ചു. ഒരാൾ തന്റെ ശത്രുവിനെ കണ്ടെത്തിയിട്ടും അവനെ അവന്റെ വഴിക്ക് വിട്ടയക്കുന്നത് നന്മയാണ്. ഇന്നു നീ എനിക്ക് ചെയ്തതിന് പകരമായി കർത്താവ് നിനക്ക് നന്മ സമ്മാനിക്കട്ടെ. ഇപ്പോൾ ഇതാ, നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേൽ രാജ്യം നിന്റെ കയ്യിൽ നിലനിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ വിച്ഛേദിക്കുകയില്ലെന്നും എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്നും കർത്താവിനെ കൊണ്ട് നീ എന്നോട് ശബ്ദം ചെയ്യുക. അപ്പോൾ ദാവീദ് സാവൂളിനോട് ശബ്ദം ചെയ്തു. സാവൂൾ തൻ്റെ ഭവനത്തിലേക്ക് പോയി. ദാവീദും അവൻ്റെ ആളുകളുമാകട്ടെ രക്ഷാസങ്കേതത്തിലേക്കും കയറിപ്പോയി. ജ്ഞാനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം. സന്താനരഹിതനെങ്കിലും സദ്ഗുണത്തോടു കൂടെ ജീവിക്കുന്നതാണ് ഉത്തമം. അതിൻ്റെ സ്മരണ അനശ്വരമായിരിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ അത് വിലമതിക്കപ്പെടുന്നു. അത് സന്നിഹിതമായിരിക്കുമ്പോൾ മനുഷ്യർ അതിനെ അനുകരിക്കുന്നു. അത് പോയി കഴിയുമ്പോൾ അതിനെ അവർ കാക്ഷിക്കുന്നു. എല്ലാ കാലത്തും അത് കളങ്കമേശാത്ത സമ്മാനങ്ങൾക്കായി മത്സരത്തിൽ വിജയം വരിച്ച് കിരീടമണിഞ്ഞ് മുന്നേറുന്നു. അധർമ്മികളുടെ സന്താന പെരുപ്പം നിഷ്ഫലമാണ്. ജാരസന്തതികളിൽ നിന്നുള്ള മുളകളിലൊന്നും ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ച പാദത്തോടെ നിൽക്കുകയോ ഇല്ല. കുറച്ചു കാലത്തേക്ക് അവയുടെ ശാഖകൾ തളിർത്താലും വേരുറച്ചു നിൽക്കാകയാൽ അവ കാറ്റിൽ ഉലയാനും കാറ്റിന്റെ ശക്തിയാൽ കടപുഴുകാനും ഇടയാകും. വളർച്ചയെത്തും മുമ്പേ അവയുടെ ശാഖകൾ ഒടിച്ചു നീക്കപ്പെടും. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമാകില്ല, ഒന്നിനും ഉപയുക്തവുമാകില്ല. എന്തെന്നാൽ അവിഹിതമായ വേഴ്ചയിൽ നിന്നുള്ള സന്താനങ്ങൾ മാതാപിതാക്കന്മാർക്കെതിരെ അവരുടെ വിചാരണ വേളയിൽ അവരുടെ തിന്മയ്ക്ക് സാക്ഷികളായിരിക്കും. നീതിമാൻ നേരത്തെ മരിച്ചാലും വിശ്രാന്തിയിലായിരിക്കും. വാർദ്ധക്യം ആദരണീയമാകുന്നത് കാലദൈർഘ്യം കൊണ്ടല്ല, അത് അളക്കപ്പെടുന്നത് വർഷങ്ങളുടെ എണ്ണം കൊണ്ടുമല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ചമുടി, കറയേറ്റ ജീവിതമാണ് വാർദ്ധക്യത്തിന്റെ പക്വത. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു, അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവൻ സംഹരിക്കപ്പെട്ടു. തിന്മ അവന്റെ ഉൾക്കാഴ്ചയെ മാറ്റിമറിക്കാതിരിക്കാനും വഞ്ചന ആത്മാവിനെ പ്രലോഭിപ്പിക്കാതിരിക്കാനും അവൻ എടുക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തി നന്മയായിട്ടുള്ളതിനെ മറയ്ക്കുന്നു. മോഹത്തിന്റെ ഭ്രമണം നിഷ്കളങ്ക മനസ്സിനെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത നേടിയ അവൻ ദീർഘകാലം പിന്നിട്ടു. അവന്റെ ആത്മാവ് കർത്താവിന് പ്രീതികരമായിരുന്നു. അതിനാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് അവൻ ഓടിയകന്നു. ജനങ്ങൾ കണ്ടെങ്കിലും അത് ഗ്രഹിച്ചില്ല. ഇക്കാര്യം അവർ മനസ്സിൽ സൂക്ഷിച്ചതുമില്ല. എന്തെന്നാൽ കൃപയും കരുണയും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെയാണ്. പരിപാലനം അവിടുത്തെ വിശുദ്ധരോടൊപ്പവും. മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും. വേഗം പൂർണ്ണത നേടിയ യുവാവ് അധർമ്മിയുടെ നീണ്ട വാർദ്ധക്യത്തെയും. ജ്ഞാനിയുടെ അന്ത്യം അവർ കാണും. കർത്താവിന് അവനെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്നോ അവനെ സുരക്ഷിതനാക്കിയിരുന്നത് എന്തെന്നോ അവർ മനസ്സിലാക്കുകയില്ല. അവരെ അവർ കാണുകയും പുച്ഛിക്കുകയും ചെയ്യും.
എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ചു ചിരിക്കും. ഇതിനുശേഷം അവർ മാനിക്കപ്പെടാത്ത ജഡവും മൃതരുടെ ഇടയിൽ എന്നേക്കും നിന്നാപാത്രവും ആയിത്തീരും. അവിടുന്ന് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും. അടിത്തറകളിൽ നിന്ന് അവരെ ഇളക്കും. അവർ പൂർണ്ണമായും വരണ്ട് ഫലശൂന്യമാകും. അവർ യാതനയിൽ ആയിരിക്കും. അവരുടെ സ്മരണ ഇല്ലാതാകും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ മധ്യേ നിന്നു. അവൻ അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അമ്പരന്ന അവരെ ഭയം ഗ്രസിച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നതെന്ത്? എൻ്റെ കൈകളും കാലുകളും കാണുക, ഞാൻ തന്നെയാകുന്നു. എന്നെ സ്പർശിച്ച് മനസ്സിലാക്കുവിൻ. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്നത് പോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. ഇതു പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും കാലുകളും അവരെ കാണിച്ചു. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണല്ലോ. അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു പീഡ സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പാപമോചനത്തിനുള്ള മാനസാന്തരം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവൻ അവരെ ബെഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാ ദേവാലയത്തിൽ ആയിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.